സോ ഹലോ ഗൈസ്, നമുക്ക് ഇന്ന് ഒരു കാര്യം ചെയ്യാം. ഇന്ന് ഒരു ടയർ ഡൗൺ തന്നെ ചെയ്യാം. ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഒരു ആർട്ടിക്കിൾ വായിച്ചിരുന്നു, ലെനോവോയുടെ തിങ്ക്പാഡ് സീരീസിൻ്റെ ഒരു ആർട്ടിക്കിൾ. ആ ആർട്ടിക്കിൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തേക്കാം. അതായത് തിങ്ക്പാഡ് സീരീസ് ലാപ്പുകളെ കുറിച്ചായിരുന്നു ആർട്ടിക്കിൾ വന്നിരുന്നത്. സൂപ്പർ ലാപ്പാണ്, ബിൽഡ് ക്വാളിറ്റി വെച്ചും കിടിലം, ഇത്രയും കാലം നിന്നു. ഇതൊരു ലെനോവോ തിങ്ക്പാഡിൻ്റെ L450 എന്ന് പറഞ്ഞ ലാപ്പാണ്. അതിൽ ഇപ്പോഴത്തേലുള്ള ആവശ്യത്തിനുള്ള എല്ലാ ഫീച്ചറും ഉണ്ട്. വെബ്ക്യാം, മൈക്ക്, നല്ലൊരു കീബോർഡ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ലെനോവോയുടെ അല്ല, ശരിക്കും ഇത് IBM ആണ് തിങ്ക്പാഡ് സീരീസ് കൊണ്ടുവന്നത് തന്നെ, കൂടുതലും ബിസിനസ് റിലേറ്റഡ് ആവശ്യങ്ങൾക്ക് വേണ്ടി. പിന്നെ കൺസ്യൂമർ ഗ്രേഡിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ തിങ്ക്പാഡ് അത്രയും അത്രയും ഫേമസ് ആയിരുന്നു എന്നുള്ളതിൻ്റെ ഒരു കാരണം ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കിയാൽ മതി. ആവശ്യത്തിലധികം പോർട്ട്സ് ഉണ്ടായിരുന്നു. റൈറ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒരു VGA പോർട്ട് ഉണ്ടായിരുന്നു, RJ45 നമ്മുടെ മോഡത്തെ നിന്ന് കണക്ട് ചെയ്യുന്ന കേബിളിൻ്റെ. പിന്നെ ഉള്ളതാണ് മിനി HDMI എന്നുള്ളത്. ഒരു മിനി HDMI to HDMI അഡാപ്റ്റർ കൂടെ കണക്ട് ചെയ്താൽ മാത്രം വർക്കാവും. പിന്നെ 2 USB പോർട്ട്. പിന്നെ ഇങ്ങേ ലെഫ്റ്റിലുള്ളതാണ് ഒരു സിം സ്ലോട്ട്. യെസ്, നിങ്ങൾ കേട്ടത് ശരി തന്നെ, സിം സ്ലോട്ട്. ഇതിൽ നമുക്ക് സിം ഇട്ടിട്ട് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാമായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഒരു കാർഡ് റീഡറും ഉണ്ട്. നമ്മൾ ലെഫ്റ്റിലേക്ക് നോക്കുമ്പോഴാണ് ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ ചാർജർ പോർട്ട്, പിന്നെ ഒരു USB കൂടെ ഉണ്ട്, പിന്നെ ഒരു ഹെഡ്ഫോൺ ജാക്ക്. ഇത്രയാണ് ഈ ലാപ്പിനെ പറ്റിയുള്ളത്. ഈ ഒരു മോഡലിന് അത്ര ഭയങ്കര ബാറ്ററി ഒന്നും ഇല്ലായിരുന്നു. അതിപ്പോഴത്തെ കാലഘട്ടത്തിൽ തീരെ കുറവാണിത്. കാണിച്ചു തരാം. ഇതുണ്ടോ, വളരെ സ്ലിമ്മായിട്ടുള്ള ഒരു ചെറിയ ബാറ്ററിയാണ് ഇതിന് പറ്റിയത്. അതായത് 24 വാട്ട്-അവർ അത്രേ ഉള്ളൂ ഈ ബാറ്ററിക്ക്. പിന്നെ ഇത് മാത്രം പോരല്ലോ, വേറെ എന്തൊക്കെ റീസണാണ് ഉള്ളതെന്ന് അത് തുറന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ സ്ഥിരം പരിപാടി തന്നെ, നമ്മുടെ സ്ക്രൂ ഡ്രൈവർ എടുക്കുക, അഴിക്കുക. ലെറ്റ്സ് ടയർ ദിസ് തിങ്. അതിനു മുമ്പ്, പൊളിക്കുന്നതിന് മുമ്പ് എവിടെയും സ്ക്രൂ ഇടുന്നുണ്ടോ? ഇല്ല. ഓക്കെ. പിന്നെ ഞാൻ ഈ ലാപ്പ് എന്തിനു ഒപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തിങ്ക്പാഡിൻ്റെ ഐൻ്റെ അവിടെ റെഡ് ഡോട്ട് കണ്ടോ, അത് ഓണാക്കുമ്പോൾ ലൈറ്റ് കത്തും. ആ ഒരു ഇതിനു വേണ്ടി മാത്രം മേടിച്ച് വെച്ചതാണ്. അന്ന് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും എനിക്കില്ലായിരുന്നു. ഇത് പിന്നെ സ്ഥിരം ഓപ്പൺ ചെയ്യുന്നൊരു മോഡലായതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ. പിന്നെ ഇതിലേറ്റവും നല്ലൊരു ഫീച്ചർ എക്സ്പാൻഡബിൾ റാം. നമുക്ക് 2 സ്ലോട്ട് ഉണ്ട്. ഞാൻ 2 സ്ലോട്ടും റാം സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്. ഇത് DDR3 ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കൂടെ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, SSD സപ്പോർട്ട്. ഇതിൽ SATA SSD സപ്പോർട്ട് ഉണ്ടായിരുന്നു, അത് അന്തക്കാലത്ത്. പിന്നെ ഇതിൽ റൺ ചെയ്യുന്നൊരു Core i5 ആണ്, 2nd Gen ഇൻ്റലിൻ്റെ. പിന്നെ ഇതിൽ രസമുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇത് സാധാരണ ഒരു ലാപ്പുകളിൽ എപ്പോഴും ഒരു തിൻ കേബിൾ ഉണ്ടാവും. ഇതുപോലത്തെ ഒരു തിൻ കേബിളായിരിക്കും എപ്പോഴും എക്സ്ട്രാ കാർഡുകൾ വരുമ്പോൾ കണക്ട് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഈ ഒരു കാർഡ് കണക്ട് ചെയ്യാണ്ട് ചിലപ്പോൾ കേബിളുകൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ അത്രയും വലിയ ബോർഡ് ഉണ്ടാവും. പക്ഷേ ഇവിടെ ലെനോവോ ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ, ഈ ഒരു ബോർഡും മദർ ബോർഡും തമ്മിൽ ഒരു കണക്ട് ചെയ്യുന്നൊരു ഒരു ബ്ലോക്ക് പോലെ അവർ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്, ഒരു ലോക്കിംഗ് മെക്കാനിസം പോലെ തന്നെ. പിന്നെ ഇതിൻ്റെ അപ്ഗ്രേഡബിലിറ്റിയാണ് പറയേണ്ടത്. ഞാൻ തന്നെ എത്ര ഈസി ആയിട്ട് അഴിച്ചെന്ന് കണ്ടില്ലേ. അത്ര ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് അഴിച്ച് ഇതിൽ അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. SSD ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് 128 GB, റാം ഒരെണ്ണം 8 GB, ഒരെണ്ണം 4 GB, അപ്പോൾ 12 GB ആണ്. പിന്നെ ഇതിൽ ഞാൻ ഒരു രസമുള്ളൊരു സംഭവം കാണിച്ചു തരാം. ഈ ഒരു ഹോള്, അതുപോലെ തന്നെ ഈ ഒരു ഹോള്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, കീബോർഡിൽ എപ്പോഴെങ്കിലും വെള്ളം വീണ് കഴിഞ്ഞാൽ അത് ഈ ഡ്രെയിൻ ഹോൾ വഴി പുറത്ത് വെക്കോളൂ. നല്ല രസമുള്ളൊരു ഐഡിയ ആണിത്. ഈ ഒരു ഹോൾ വഴി വെള്ളം വീണിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ കാണുന്നതാണ് ഇതിൻ്റെ കീബോർഡ്. എൻ്റെ കീബോർഡ് അഴിക്കുന്നതും ഒരു പ്രത്യേക രീതിക്കാണ്. ഇതിപ്പോൾ അഴിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് കാണിച്ചു തരാം. ഇതിൻ്റെ കീബോർഡിൽ ഇവിടെ 2 പാഡ് ഉണ്ട്. ഈ ഒരു ലോക്കും ഈ ഒരു ലോക്കും. ഈ 2 ലോക്ക് ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്യുമ്പോഴാണ് ഇതുപോലെ പുഷ് ചെയ്യുമ്പോൾ
ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ സ്ക്രൂ ഉണ്ട്. ഒന്നിവിടെ, ഇവിടെ, ഇവിടെ. അങ്ങനെ അത്രയും സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ ഈ കീബോർഡ് നിങ്ങൾക്ക് ഡിസസംബിൾ ചെയ്യാം. ഇപ്പോൾ ഞാൻ എന്തായാലും ഡിസസംബിൾ ചെയ്യുന്നില്ല, കാരണം ഇത് ഇത്തിരി ഇരട്ടിപ്പണിയാണ്. അപ്പോൾ തിരിച്ചത് പഴയ പോലെ അടച്ചു വയ്ക്കാം. പിന്നെ ഇതിപ്പോൾ കറൻ്റ്ലി ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിൻഡോസ് 10 ആണ് ഓടുന്നത്. 11ലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ഞാൻ നോക്കിയിട്ടില്ല. അതും വിൻഡോസ് 10 ഹോം ആണ് റൺ ചെയ്യുന്നത്. പിന്നെ ഈ ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് OSൻ്റെ കുറച്ച് ലാഗുകൾ അങ്ങനത്തെ കുറച്ച് കാര്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ദിസ് ഇസ് സ്റ്റിൽ ഫങ്ഷണൽ ഇൻ 2024. 2024 ഇത് അത്യാവശ്യം ഫങ്ഷണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാനിതൊന്ന് ക്ലോസ് ചെയ്തിട്ട് റൺ ചെയ്ത് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇതിൽ SSD ആഡ് ചെയ്തതിന് മുമ്പ് ഇതിലൊരു 300 GB ഒരു മെക്കാനിക്കൽ ഹാർഡ് ഡ്രൈവ് ആയിരുന്നു വന്നത്. ഒരു മെക്കാനിക്കൽ ഹാർഡ് ഡ്രൈവിനകത്ത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം, അല്ലെങ്കിൽ ഐ ബട്ടണിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. ഇനി ഇതിന് കുറേ ലോക്കുകളും പരിപാടികളുമാണ് മെയിൻ. കാലം ഇത്രയായിട്ടും ഇതിനൊരു കുഴപ്പമില്ല. ദാറ്റ്സ് ഇറ്റ്. ഇത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അഴിക്കാനും അതുപോലെ തിരിച്ചസംബിൾ ചെയ്യാനും ഇത് സാധിക്കുന്നതാണ് ഈ മോഡലിൽ. ഈ ബാറ്ററിയും കൂടെ ആഡ് ചെയ്യുക. ജസ്റ്റ് ഒന്നും നോക്കാനില്ല, ഇത് ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്യുക, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ലോക്ക് ആയിക്കോളും. പിന്നെ ഇതിപ്പോൾ പവർ ഓൺ ചെയ്യുകയാണെങ്കിൽ വിൻഡോസ് 10 ആണ് റൺ ചെയ്യുന്നത്. കുറച്ച് സ്ലോ ആണ്, പക്ഷെ എന്നാലും ഞാൻ ആ ലൈറ്റ് കാണിച്ചു തരാം. ഇതാണ് പറഞ്ഞ തിങ്ക് പാഡിൻ്റെ ലൈറ്റ്, അതിൻ്റെ അവിടെയുള്ള ലൈറ്റ്. ഇത് കാണാൻ വേണ്ടി മാത്രമായിട്ട് മേടിച്ച് വെച്ചതാണ്. പക്ഷെ ഇപ്പോൾ ഞാനിത് അല്ലാതെ കുറച്ച് ഫോട്ടോഷോപ്പ് അങ്ങനെ കുറച്ച് ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ബൂട്ടിങ് കുറച്ച് സ്ലോ ആണെന്നേ ഉള്ളൂ. വിൻഡോസ് 10 ആണ് ഇപ്പോൾ റൺ ചെയ്യുന്നത്. ആകെ ആ സ്റ്റാർട്ടപ്പിൻ്റെ ഒരു ഡിലേ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം പക്കയായിട്ടാണ് റൺ ചെയ്യുന്നത്. കൺട്രോൾ അല്ല, ഫങ്ഷൻ ആയിരുന്നു. സ്ഥിരം എപ്പോഴും ലെഫ്റ്റ് സൈഡിൽ കൺട്രോൾ വന്ന് അതങ്ങ് ശീലമായി. നിങ്ങളാണ് പറഞ്ഞത് ഒരു കോർ i5 സെക്കൻഡ് അല്ല, 4th ജെൻ. അത് 4300U ആണ്. അത്ര പവർഫുൾ അല്ല, ഒരു ഡുവൽ കോർ പ്രോസസ്സറാണ്. ഇനിയിപ്പോൾ ഇതിൽ 12 GB DDR3 റാം ഇട്ടിട്ടുണ്ട്, 120 GB ഒരു SSDയും, പിന്നെ ഇൻ്റലിൻ്റെ ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക്സും ഉള്ളൂ. പിന്നെ ഇതിൽ ഇപ്പോൾ ഒരു ശല്യം തുടങ്ങിയിട്ടുള്ളൊരു സാധനം വെച്ചാൽ ഇതിൻ്റെ ഫാനാണ്. ഇനി അത് കേൾപ്പിച്ചു തരാം. ഇതിപ്പോൾ ഫാനിന് മാത്രമേ ഉള്ളൂ ഇത്രയും ഒരു നോയ്സി ആയിട്ടുള്ളത്, ബാക്കിയെല്ലാം പക്ക വർക്കിംഗ് ആണ്. സ്പീക്കറൊക്കെ പിന്നെ സ്റ്റിൽ വർക്കിംഗ് ആണ്, എന്നാലും അത്ര സൗണ്ട് പോരാ, സ്റ്റിൽ വർക്ക്സ്. അപ്പോൾ ഞാൻ ഇത് ഷട്ട് ഡൗൺ ചെയ്യാണ്. ഇത്രയേ ഉള്ളൂ ഈ ഒരു ലാപ്ടോപ്പിനെ പറ്റി. അപ്പോൾ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.